മങ്കൂസ് മൗലിദിലുള്ള വരിയാണ്. നമ്മുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെയൊക്കെ നാക്കിൻ തുമ്പുകളിൽ എപ്പോഴും തത്തിക്കളിക്കുന്ന വരികളല്ലേ. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അസ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. നബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, മുത്തുനബിയോട് നേരിട്ട് ചോദിക്കുകയാണ്, എന്റെ ദോഷം പൊറുക്കണം നബിയേ. മുത്തുനബി ദോഷം പൊറുത്താൽ അത് അല്ലാഹ് പൊറുത്തു, അല്ലാഹ് പൊറുത്താൽ മുത്തുനബി പൊറുത്തു. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഇതുകൊണ്ടാ നബി തങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ജനങ്ങൾ കൂലി കെട്ടുമെന്ന് വിചാരിച്ച് ചൊല്ലുന്ന ബൈത്താണ് മൗലിദ് എന്ന് പറയുന്നത്. മങ്കൂസ് മൗലിദും അല്ലാത്തതുമൊക്കെ അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു തേടുന്നു. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. ഇർതകബ്തു അലൽ ഖതാ, തെറ്റുകളിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി. ഗൈറ ഹസ്രിൻ വഅദദ്, കയ്യും കണക്കുമില്ലാത്ത തെറ്റുകൾ. അതുകൊണ്ട് ലക അശ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി, എന്റെ നേതാവായ നബിമാരിൽ ഏറ്റവും ഉത്തമരായ നബിയെ, അങ്ങയോടാണ് എനിക്ക് അവലാതി പറയാനുള്ളത്, ശികായത്ത് പറയാനുള്ളത്. വ്യക്തമായ അതിരുവിടലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ പഠിപ്പിക്കാത്ത ശിർക്കാകുന്നു ഇത്. അള്ളാഹുവിന്റെ നബി യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടു മക്കളെയും കാണാതായപ്പോൾ പറഞ്ഞ വാചകം അള്ളാഹുവിന്റെ കിതാബിലില്ലേ, സൂറത്തു യൂസുഫിലില്ലേ, ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എന്റെ വേദനയും എന്റെ സങ്കടവും ഞാൻ ശികായത്ത് പറയുന്നത്, ഞാൻ ആവലാതി പറയുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്.